ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ഈ ഒരു പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ 2 വ്യക്തികളെ നമ്മൾ പ്രധാനമായിട്ട് കാണാം. ഒന്ന്, ഒരു ധനവാനായ മനുഷ്യൻ ഈശോയുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ ചെറുപ്പം തൊട്ട് എല്ലാ നിയമങ്ങളും വായിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് കുറവ്? ഈശോ കൃത്യമായിട്ട് പറയാണ്, നീ എല്ലാം ഉപേക്ഷിക്കാൻ പറയാണ്. നിന്റെ നിക്ഷേപം ദൈവമാവുന്നിടത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈശോ. അപ്പം തന്നെ പതിയെ ശിഷ്യന്മാരുടെ ഒരു ഗണം വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈശോ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ട് നീ ഉപേക്ഷിച്ചതിനൊക്കെ നിനക്ക് ഈ ലോകത്തിൽ തന്നെ തിരിച്ചു കിട്ടുമെന്ന്, പിന്നെ നിത്യജീവൻ പൂർണ്ണമായി ലഭിക്കുമെന്നൊക്കെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരല്പം ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഈ പത്രോസ് എന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ അവരുപേക്ഷിക്കാത്ത ഒന്നില്ലേ? അവനെന്ത് കിട്ടും? ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു ചിന്ത ഇതാണ്, എന്ത് കിട്ടുമെന്നൊരു ചിന്ത നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ആത്മീയ കൃത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു, എന്ത് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് ബിസിനസ്സായി. ഞാൻ ഇന്ന പള്ളിയിൽ പോയി എൻ്റെ കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന ധ്യാനകേന്ദ്രത്തിൽ പോയി ഇന്ന കാര്യം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിന് കുറച്ചുകൂടി ശാന്തത നൽകുന്ന, സമാധാനം നൽകുന്ന, എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരിടങ്ങളാക്കി ഇതിനെ കാണാനും, എന്നെക്കൊണ്ടാവുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയവനായിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ നിർവഹിച്ചവനായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ 3 പേര് യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിയാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇവർ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ അവിടെ വെച്ച് നശിച്ചു പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. പക്ഷേ ആ ഒരു ബോധ്യത്തോടെ ദൈവത്തെ തള്ളിപ്പറയാതെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവം മതിയായവനാണെന്നും, ഇനി പ്രശ്നങ്ങളിലൊന്നും ഈശോയെ ഉപേക്ഷിച്ച് പോവാതെ ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം എന്നിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 3 പേരുടെ കൂടെ 4-മനായി ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എനിക്ക് എന്ത് കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കാത്തിടത്ത്, ദൈവത്തിന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്തേ ദൈവം എന്നോട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് ഞാൻ സങ്കടപ്പെടുന്നിടത്ത്, ഈശോ പറയാണ്, മോളെ ഇങ്ങനെയല്ല, നിൻ്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. ഇതൊന്നിനും വേണ്ടിയിട്ടല്ലാതെ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ തീച്ചൂളയിലേക്ക് ഇതാ ദൈവം ഇറങ്ങി വരുന്നൊരു അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ടാകും. ഈ ഒരു ദിവസം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ, ഒന്നിനും വേണ്ടിയല്ലാതെ ഈശോയെ സ്നേഹിക്കുന്ന, ഒരു കണക്കൂട്ടലും ഇല്ലാതെ ഈശോയെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹാനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.